ഇന്ന് ജനുവരി 6, 2026. പുറത്താക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോ താൻ കുറ്റക്കാരനല്ലെന്നും തന്നെ അമേരിക്ക തട്ടിക്കൊണ്ടു പോയതാണെന്നും കോടതിയിൽ പറഞ്ഞു. പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയുടെ അൺമാച്ച്ഡ് മിലിറ്ററി ഡോമിനൻസ് പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. തങ്ങളുടെ സൈനിക ശക്തിയെ ടെസ്റ്റ് ചെയ്യരുത് എന്ന് അദ്ദേഹം റഷ്യയോടും ചൈനയോടും പറഞ്ഞു. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട ഡെൽസി റോഡ്രിഗസ്. ഗ്രോക്ക് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത സെക്ഷൽ ഡീപ്ഫേക്ക് ഇമേജസിനെ അപലപിച്ച് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമണം. അജ്ഞാതരുടെ വെടിയേറ്റ് വ്യവസായി മരിച്ചു. ഹിന്ദു വിധവയെ ബലാത്സംഗം ചെയ്തു. 2 യുവാക്കളെ ക്രൂരമായി കൊന്നു. തുടരെയുള്ള ആക്രമണങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ചൈനീസ് ബിസിനസ്സുകാർക്ക് അപേക്ഷിക്കാവുന്ന EB-4 വിസ എന്ന പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് വിസ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇറാനിൽ പ്രക്ഷോഭകർക്ക് നേരെ വെടിവെപ്പ്. 35 പേർ കൊല്ലപ്പെട്ടു. 1200 പേരെ അറസ്റ്റ് ചെയ്തു. കംബോഡിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി തായ്ലൻഡ്. നടൻ വിജയുടെ അവസാനത്തെ മൂവി എന്ന് അറിയപ്പെടുന്ന ജനനായകൻ പൊങ്കലിന് റിലീസ് ചെയ്യാനിരുന്ന മൂവിയാണ്. 9-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. സെൻസർ ബോർഡ് ഏകദേശം 10 കട്ടോളം ഈ ചിത്രത്തിന് പറഞ്ഞിരുന്നു. സെൻസർ ബോർഡ് പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം ഇതിൻ്റെ നിർമ്മാതാക്കൾ ഈ ചിത്രത്തിന് വരുത്തിയെങ്കിലും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല ഇതുവരെ. പകരം ഈ ചിത്രത്തിന് ഒരു റിവൈസിംഗ് കമ്മിറ്റിയുടെ പെർമിഷനായിട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ഹൈക്കോടതിയുടെ നിലപാട് നിർണായകം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴക വെട്രിക്കഴകം അഥവാ TVK അധ്യക്ഷനും നടനുമായ വിജയ്ക്ക് CBI സമൻസ് അയച്ചു. അദ്ദേഹം ജനുവരി 12-ന് ഡൽഹിയിൽ ഹാജരാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ചു ഉമ്മൻ മത്സരിക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇന്ന് മറിയ ഉമ്മൻ മത്സരിക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് ചാണ്ടി ഉമ്മൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു.